പ്രാഥമിക വിദ്യാഭ്യാസം പള്ളിപ്പറമ്പ് മദ്രസയിൽ നിന്നും ചെക്കിക്കുളം UP സ്കൂളിൽ നിന്നും, ശേഷം കാപ്പാട് MV ഇബ്രാഹിം മുസ്ലിയാരുടെ പാപ്പിനിശ്ശേരി റൗളത്തുൽ ജന്ന ദർസിലും അഹമ്മദ് മുസ്ലിയാരുടെ മുട്ടം റഹ്മാനിയയിലും മുനവ്വറുൽ ഇസ്ലാം ശരീഅത്ത് കോളേജിലും കുട്ടിലങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ തങ്കയും ദർസിലും മഹാനവർകൾ ഉന്നത പണ്ഡിതരുടെ ശിക്ഷണത്തിൽ വിജ്ഞാനം കരസ്ഥമാക്കി. തുടർന്ന് ഇന്ത്യയിലെ ഉന്നത മതകലാലയമായ ദയൂബന്ദ് ദാറുൽ ഉലൂമിലേക്ക് പോവുകയും 1977 മതപഠനം പൂർത്തിയാക്കി ഖാസിമി ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. പഠന കാലയളവിലെ പ്രധാന ഉസ്താദുമാർ ഹസ്രത്ത് മൗലാന ഖാരി മുഹമ്മദ് ത്വയ്യിബ്, ഹസ്രത്ത് മൗലാന ഷരീഫുൽ ഹസൻ, ഹസ്രത്ത് മൗലാന ഫഖറുൽ ഹസൻ എന്നിവരായിരുന്നു. ഖാസിമി ബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം തൃക്കരിപ്പൂർ മുനവ്വറുൽ ഇസ്ലാം അറബിക് കോളേജിൽ മരണം വരെ ഉസ്താദായും മഹാനവർകൾ സേവനമനുഷ്ഠിച്ചു. കണ്ണൂർ ജില്ലയിൽ പാരമ്പര്യമായി തുടർന്നു വരുന്ന പുറത്തിൽ ഷെയ്ഖ് എന്ന പദവി ദീർഘകാലം മഹാനവർകൾക്കായിരുന്നു. സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ സജീവ സേവകനായും സമസ്തയിലെ തന്നെ അനേകം നേതൃസ്ഥാനങ്ങളും മഹാനവർകൾ അലങ്കരിച്ചിരുന്നു. സമസ്ത ജില്ലാ മുഷാവറ അംഗമായും സമസ്ത കേന്ദ്ര മുഷാവറ അംഗമായും സമസ്ത കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. നിസ്തുലമായ സ്വഭാവ വിശേഷണങ്ങളാൽ ജനഹൃദയങ്ങളിൽ ഉയർന്ന സ്ഥാനവും ബഹുമാനവും മഹാനവർകൾ നേടിയിരുന്നു. ലാളിത്യവും വിനയവും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയ മഹാനവർകൾ തന്റെ വാക്കുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അനേകം ഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെയും ധാർമ്മികതയുടെയും വെളിച്ചം പകർന്നു. അറിവിന്റെയും ആത്മീയതയുടെയും സമന്വയമായി വിരിഞ്ഞ ആ മഹത്തായ ജീവിതം ഇന്നും സമൂഹത്തിന് പ്രചോദനവും മാർഗദർശനവുമായി നിലകൊള്ളുന്നു. ജാതിമത ഭേദമന്യേ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നവരോടുള്ള സമീപനവും നോട്ടത്തിൽ പോലും ആരെയും നോവിക്കാതെയുള്ള പെരുമാറ്റവും എളിമയും അദ്ദേഹത്തെ മറ്റു പണ്ഡിതന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നു. മുഴുസമയവും ജാതിമത ഭേദമന്യേ നിരാലംബർക്കും പ്രശ്നപരിഹാരത്തിനായി വരുന്നവർക്കും ആശ്രിതനായിരുന്നു മഹാനവറുകൾ. വിജ്ഞാന പ്രസരണം കൈമുതലാക്കിയ മഹാനവറുകൾ പല ഇസ്ലാമിക സ്ഥാപനങ്ങളുടെയും പല സ്ഥാനങ്ങളും വഹിച്ചിരുന്നു. തൃക്കരിപ്പൂർ മുനവ്വറുൽ ഇസ്ലാം അറബിക് കോളേജ് പ്രിൻസിപ്പളായും, മാണിയൂർ പാറാൽ ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് പ്രസിഡന്റായും, മാണിയൂർ ശിഹാബ് തങ്ങൾ എഡ്യൂക്കേഷൻ അക്കാദമി പ്രസിഡന്റായും, വാഫി CIC അഡ്വൈസറി ബോർഡ് അംഗമായും, ജാമിയ സാദിയ തൃക്കരിപ്പൂർ ജനറൽ സെക്രട്ടറിയായും, പാപ്പിനശ്ശേരി ജാമിയ സാദിയ വൈസ് പ്രസിഡന്റായും, ഖമറുൽ ഇസ്ലാം മഹല്ല് ജമാഅത്ത് കണ്ണാടിപ്പറമ്പ് ദാറുൽ ഹസനാത്ത് മമ്പൗഷ്വാദ അറബിക് കോളേജ് രക്ഷാധികാരിയായും മഹാനവർകൾ സേവനമനുഷ്ഠിച്ചു. സ്വതസിദ്ധവും ലളിതവുമായ പ്രഭാഷണ ശൈലിയിലൂടെ ജനഹൃദയങ്ങൾക്ക് വിജ്ഞാനവും ഉത്ബോധനവും ഒരുപോലെ നൽകാൻ മഹാനവർകൾക്ക് സാധിച്ചു. പ്രഭാഷണങ്ങളിലൂടെ നിരന്തരം മരണാനന്തര ചിന്തകളെ ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു. രചനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത മഹാനവർകൾ തന്റെ ജീവിതകാലയളവിൽ രചിച്ച ഏകകൃതി ഖുർആൻ പഠന സഹായി എന്ന ചെറുപുസ്തകമാണ്. അതും SKSSF കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരമായിരുന്നു. ജീവിതം മുഴുവൻ ഇബാദത്തിനും ഇൽമിനും ജനസേവനത്തിനും സമർപ്പിച്ച മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ ജീവിതത്തിന്റെ അവസാന നാളുകളിലും അതേ ആത്മീയ ജാഗ്രതയോടെയായിരുന്നു മുന്നേറിയത്. പക്ഷാഘാതത്തെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്ന മഹാനവർകൾ ആലക്കോട് ആയുർവേദ കേന്ദ്രത്തിൽ ചികിത്സയിലായിരിക്കെ 2025 ജൂൺ 23 തിങ്കളാഴ്ച പുലർച്ചെ സുബഹയോടടുത്ത സമയത്ത് തന്റെ പതിവ് പോലെ അസ്മാ ഉൽ ഹുസ്ന ചൊല്ലി നാഥന്റെ വിളിക്കുത്തരം നൽകി. എന്നാൽ അതൊരപ്രതീക്ഷിത യാത്രയായിരുന്നില്ല. ജീവിതത്തിലെ ഓരോ കാര്യവും ക്രമപ്പെടുത്തി ജീവിച്ച ആ മഹാൻ തന്റെ അവസാന യാത്രയുടെ ഒരുക്കങ്ങളും മുൻകൂട്ടി പൂർത്തിയാക്കിയിരുന്നു. വർഷങ്ങളോളം രാത്രികളെ ഇബാദത്തിൽ ചെലവഴിച്ച അതേ തറയിൽ ആയിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും ആശ്വാസവും ആത്മവിശ്വാസവും പകർന്ന അതേ മുറിയിൽ അന്തിയുറങ്ങണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഖബറിനായി തറ എങ്ങനെ ഒരുക്കണം, എത്ര ആഴത്തിൽ കുഴിക്കണം, എങ്ങനെ മണ്ണിടണം എന്നുവരെ അദ്ദേഹം വിശദമായി പറഞ്ഞു വെച്ചിരുന്നു. കഫന്റെ കാര്യത്തിലും അതേ സൂക്ഷ്മതയും കരുതലും പ്രകടമായിരുന്നു. ഉപയോഗിക്കേണ്ട തുണികൾ മുൻകൂട്ടി തയ്യാറാക്കി സംസം വെള്ളത്തിൽ കഴുകി സൂക്ഷിക്കുകയും അതിന്റെ ക്രമീകരണങ്ങൾ വരെ നിർദ്ദേശിക്കുകയും ചെയ്തു. വസിയ്യത്ത് പ്രകാരം കഫൻ നിർവഹിക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട ഗ്രന്ഥഭാഗങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിരുന്നു.
ജീവിതത്തിന്റെ സൂക്ഷ്മതകൾ പഠിപ്പിച്ച ആ ഗുരു തന്റെ വിടവാങ്ങലിലും അതേ മാതൃകയാണ് അവശേഷിപ്പിച്ചത്. ആയിരങ്ങളുടെ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും നടുവിൽ പണ്ഡിതന്മാരും സാദാത്യങ്ങളും നേതൃത്വം നൽകിയ 29 മയ്യത്ത് നിസ്കാരങ്ങൾക്കു ശേഷം അസ്ർബാങ്ക് വിളിയോടെ തന്റെ സ്വവസതിയുടെ ചാരത്ത് അദ്ദേഹം ഖബറടക്കപ്പെട്ടു. ഈ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ ആകർഷിച്ചിരുന്നില്ല. പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ആ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു. ആഗ്രഹിച്ചാൽ എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായിരുന്ന അനേകം അനുയായികൾ ഉണ്ടായിരുന്നിട്ടും ആഡംബരങ്ങളിൽ നിന്നകന്ന് പരലോകത്തിനായുള്ള വിഭവങ്ങൾ സമാഹരിച്ചായിരുന്നു അദ്ദേഹം ജീവിച്ചത്. പ്രയാസങ്ങളുമായി സമീപിച്ചവർക്കെല്ലാം ഒരു പുഞ്ചിരിയോടെ ആശ്വാസം പകർന്ന അദ്ദേഹം പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും സമുദായ രാഷ്ട്രീയത്തെയും മനോഹരമായി സമന്വയിപ്പിച്ച അപൂർവ മാതൃക കൂടിയായിരുന്നു. പാണക്കാട് സയ്യിദ് കുടുംബവുമായി ബഹുമാനം നിറഞ്ഞ ബന്ധമായിരുന്നു ഉസ്താദ് വെച്ചു പുലർത്തിയിരുന്നത്. എന്തെങ്കിലും സംസാരിക്കേണ്ട ആവശ്യം വന്നാൽ ഫോൺ വിളിക്കാൻ കാത്തുനിൽക്കാതെ നേരെ പാണക്കാട്ടേക്ക് ചെല്ലാറാണ് പതിവ്. മഹാനവറുകൾ പകർന്ന അറിവും ആത്മീയതയും സ്നേഹവും സേവനവും തലമുറകളെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹൃദയാന്തരങ്ങളിൽ അണയാത്ത ഒരു കെടാവിളക്കായി, പ്രചോദനത്തിന്റെ ഒരു ഉറവയായി മാണിയൂർ ഉസ്താദിന്റെ ഓർമ്മകൾ എന്നും ജീവിച്ചിരിക്കും. ഒരു മനുഷ്യൻ വിട പറയാം, പക്ഷേ അറിവും സേവനവും സമൂഹത്തിൽ എന്നും ജീവിക്കും. നമ്മുടെ ഈ അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബ്ബാസ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആദരണീയനായ ബഹുമാനപ്പെട്ട അല്ലെ അബ്ദുറഹ്മാൻ സാഹിബ്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഫൈസി, ബഹുമാനപ്പെട്ട അബ്ദുള്ള ഫൈസി, വേദിയിൽ ഉപേക്ഷായ സമാദരണീയരായ ഉലമാക്കളെ, അഭിനന്ദരായ സാദാത്തുക്കളെ, വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സമസ്ത പോഷക സംഘടനകളുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള താലിമിങ്ങളെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ, ആത്മീയ ഇസ്ലാമിക വൈജ്ഞാനിക മേഖലയിൽ സമൂഹത്തിന് ഉജ്ജ്വലമായ നേതൃത്വം നൽകിയിരുന്ന മഹാനായ മർഹൂം ഷെയ്ഖുനാ മാണിയൂർ അഹ്മദ് മുസ്ലിയാർ റളിയല്ലാഹു അൻഹു അവരുടെ